ചാണക്യനീതിയിൽ ചാണക്യൻ പറയുന്നത് ചില ആളുകൾക്ക് ജീവിതം മുൻകൂട്ടി കാണാൻ സാധിക്കും. അവരുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിന്റെ പ്ലാനിങ് എന്തൊക്കെയാണ് എന്ന് ചില ആളുകളെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അവരാരൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചാണക്യൻ പറയുന്നത്. ഒന്നാമത്, നെവർ ബി ഗ്രീഡി. അവരൊരിക്കലും അത്യാഗ്രഹികളായിരിക്കില്ല. അതായത് ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ആളുകളായിരിക്കും. അവരുടെ കയ്യിലുള്ള സംഭവങ്ങൾ എന്ത് തന്നെ ആയാലും അതിൽ തൃപ്തിയാണ്, അല്ലാതെ അത്യാഗ്രഹമുള്ള സമയത്ത് ഒരിക്കലും നമുക്ക് തൃപ്തി ഉണ്ടാവില്ല. അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം എന്നുള്ള ആ ഒരു ആർത്തിയില് നമുക്ക് ഉള്ളതിൽ തൃപ്തി ഇല്ലാതെ വരും. ഇത്തരം ആളുകള് അങ്ങനെ ഗ്രീഡി ആയിരിക്കില്ല, അത്യാഗ്രഹികളായിരിക്കില്ല. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, അവര് അഹംഭാവികളായിരിക്കില്ല, അഹങ്കാരികളായിരിക്കില്ല. അതായത് വിനയമുള്ളവരായിരിക്കും, താഴ്മയുള്ളവരായിരിക്കും. അത്തരത്തിലുള്ള ആളുകൾ ഈ ഒരു ജീവിതം അവർക്ക് മുൻകൂട്ടി കാണാനും അതിന്റെ പ്ലാനിങ് നടത്താനൊക്കെ കഴിയുന്ന ആളുകളായിരിക്കും, വളരെ വിനയമുള്ള ആളുകൾ. പിന്നീട് മൂന്നാമതായിട്ട് പറയുന്നത്, സെൽഫ് കോൺഫിഡൻസ് ഉള്ളവരായിരിക്കും. സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നവര്, അതേപോലെ ആത്മവിശ്വാസമുള്ളവർ. ഇവർക്ക് അവരുടെ ജീവിതം മുൻകൂട്ടി കാണാൻ സാധിക്കും. പിന്നീട് വളരെ ആരോഗ്യമുള്ളവരായിരിക്കും അവർ. വളരെ ഹെൽത്തി ആയിട്ടുള്ള, അത് ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടുള്ള ആരോഗ്യവും അവർക്കുണ്ടായിരിക്കും. നല്ല ബോഡിയെ കുറിച്ച് കോൺഷ്യസ് ആയിരിക്കും. അതോടൊപ്പം തന്നെ മനസ്സിനെ കുറിച്ചും, മനസ്സിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് യോഗ, അതേപോലെ തന്നെ പ്രാർത്ഥനകൾ, ഇതൊക്കെ ചെയ്ത് വളരെ കൃത്യമായിട്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും അത്തരക്കാര്. അതേപോലെ ദേ വർക്ക് ഹോൾ ഹാർട്ടഡ്ലി. അവരെന്ത് ജോലി ചെയ്താലും പൂർണ്ണമായ ഒരു ഡെഡിക്കേഷനിലൂടെ, പൂർണ്ണമായിട്ടുള്ള അവരുടെ ആ ഒരു ഹൃദയം കൊണ്ട് ജോലി ചെയ്യുന്ന അവസ്ഥയായിരിക്കും. അല്ലാതെ ആർക്കാരും വേണ്ടിയിട്ട് ചെയ്യുന്ന രീതിയിലല്ല. ആ ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണമായ ആത്മാർത്ഥതയുള്ളവരായിരിക്കും അത്തരം ആളുകൾ. പിന്നീട് നെവർ ടെൽ ലൈസ്. അദ്ദേഹം പറയുന്നു, കള്ളം ആവശ്യത്തിന് പറയാമെന്ന് പറയുന്നുണ്ട്, എന്നാലും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കള്ളം പറയുന്ന അത്തരത്തിലുള്ള ആളുകളായിരിക്കില്ല അവർ. അത്യാവശ്യത്തിന് കള്ളം പറയാമെന്ന് അദ്ദേഹം പറയുന്നു. അതായത് നമ്മളുടെ നിലനിൽപ്പിന് വേണമെങ്കിൽ കള്ളം പറയാം. കാരണം നേരെയുള്ള മരങ്ങളെയാണ് എപ്പോഴും ആദ്യം വെട്ടുക. അപ്പോൾ നേരെയുള്ള മരങ്ങൾ എപ്പോഴും, അതായത് സത്യസന്ധരായിട്ടുള്ള ആളുകൾ എപ്പോഴും ക്രൂശിക്കപ്പെടാം. അതുകൊണ്ട് കുറച്ച് വളഞ്ഞിരുന്നാൽ ആ മരങ്ങൾക്ക് കുറച്ചുകൂടി ലൈഫ് ഉണ്ടാവും. അതുകൊണ്ട് അത്യാവശ്യം കള്ളമൊക്കെ പറയുന്നവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും സത്യമേ പറയാവൂ അങ്ങനെയല്ല, എന്നാല് വെറുതെ വേണ്ടാതതിനും വേണ്ടുന്നതിനും എല്ലാം കള്ളത്തരം പറയുന്ന ആ രീതിയിലായിരിക്കില്ല അത്തരത്തിലുള്ള ആളുകൾ. പിന്നെ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ദേ ലേൺ ലെസൺസ് ഫ്രം അതേഴ്സ് ലൈഫ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് അവര് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നവരായിരിക്കും. അതായത് ഒരു വ്യക്തിയെ കണ്ടാൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം അറിയുന്നവർ എങ്ങനെ ആയിരിക്കണം, തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ എങ്ങനെ ആയിരിക്കണം, എങ്ങനെയാകാൻ പാടില്ല എന്നതിനെ കുറിച്ച് ഒരു തിരിച്ചറിവുള്ളവരായിരിക്കും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന്, നമ്മൾ പറയാറുണ്ട്, സ്വന്തം അനുഭവത്തിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുക. പക്ഷെ അതുവരെ അവർ കാത്തിരിക്കാതെ മറ്റുള്ളവരുടെ ജീവിതം കണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ അത്തരം ആളുകൾക്ക് സാധിക്കുന്നതാണ്. അത്തരം ആളുകൾക്ക് അതേപോലെ തന്നെ ദേ ക്യാൻ കൺട്രോൾ ആങ്കർ. ദേഷ്യത്തെ ഒരു പരിധി വരെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയും. നമുക്കറിയാം, ദേഷ്യം എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അതേസമയം അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ അത്തരത്തിലുള്ള ആളുകൾക്ക് സാധിക്കും. ഇത്തരം ആളുകൾക്ക് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും. അതേപോലെ തന്നെ അവർക്ക് ജീവിതം മുൻകൂട്ടി വരും വരായികകളിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ആ ഒരു ജീവിതം അവരനുസരിച്ച് പ്ലാനിങ്ങിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് സാധിക്കും. ഹാവ് എ നൈസ് ഡേ.